അവയവക്കടത്ത് കേസിലെ പ്രതി സാബിത്ത് നാസർ ഇപ്പോൾ പോലീസിന് മുമ്പിൽ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഇയാൾ വിദേശത്തേക്ക് കടത്തിയവരിൽ ഒരാൾ പാലക്കാട് തിരുനെല്ലായി സ്വദേശിയാണ്. ഇയാളുടെ പേര് ഷമീർ എന്നാണ്. ഇപ്പോൾ ഈ തിരുനെല്ലായിലെ വാർഡ് കൗൺസിലറായിട്ടുള്ള മൻസൂർ മണലാഞ്ചേരി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഷമീറിനെ കുറിച്ചുള്ള വിവരങ്ങൾ? വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ പയ്യനെ എനിക്ക് അറിയാവുന്ന കേസാണ്, അറിയുന്ന പയ്യനാണ്. മാത്രമല്ല ഇന്നലെയാണ് നെടുമ്പാശ്ശേരി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ ഫോൺ വിളിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ വാർഡിൽ താമസിക്കുന്ന പയ്യനാണ്. അതുകൊണ്ട് ഇവനെ കാണാനായിട്ട് ഏതാണ്ട് 6 മാസത്തോളമായി. പക്ഷേ അതിന് മുൻപ് ഞാനൊരു ജനപ്രതിനിധിയായി ഒരു വർഷം പൂർത്തീകരിക്കുന്ന സമയത്ത് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഇവന് അവയവദാനത്തിന് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോലീസ് വെരിഫിക്കേഷന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോലീസ് വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത ശേഷം അവനെ പോയി സമീപിച്ചിട്ട് എന്തിനാ അത്ര ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ അവയവദാനത്തിൽ ചേരണം. അപ്പോൾ കുറച്ച് കൂട്ടുകാരൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, കൂട്ടുകാരൻ്റെ അമ്മയ്ക്ക് അവയവദാനം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. പിന്നീട് അവനക്ക് കുറച്ച് സാമ്പത്തിക ഞെരുക്കം അവനക്കുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ കഴിഞ്ഞിട്ട് ഒരു 6 മാസത്തിന് മുകളിലായി ഇവന് മിസ്സിംഗ് ആണ്. പിന്നെയാണ് അറിയാൻ കഴിഞ്ഞത് പ്രതി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതി ഇവനെ ഇറാനിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാൻ കഴിഞ്ഞത്. ഷമീറിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും അവരിൽ നിന്നൊരു വിവരം കിട്ടിയിട്ടുണ്ടോ? അല്ല, ഇവൻ ഈ കുടുംബവുമായി കൊണ്ട് തന്നെ ഏതാണ്ട് ഒരു അകൽച്ച വന്ന് കിടക്കുകയാണ്. അച്ഛൻ ഒരു വാച്ച്മാൻ ജോലിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മ ഉണ്ട്. വളരെ സാമ്പത്തിക ഞെരുക്കമുള്ള കുടുംബം അംഗമാണ്. കുടുംബമായിട്ടൊരു ഗ്യാപ്പ് ഉണ്ട്. അതായത് ഷമീറിന് വലിയ രീതിയിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കാം ഷമീർ ഇത്തരത്തിലൊരു കാര്യത്തിന് മുതിർന്നതെന്നാണ് കരുതുന്നത്. അല്ല, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏതാണ്ട് അത് ശരിയാകുന്ന രീതിക്ക് തന്നെയാണ്. സാമ്പത്തിക ഞെരുക്കം മാറുന്നതിന് വേണ്ടിയായിരിക്കാം ഇതിന് തയ്യാറായിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ കാര്യങ്ങളായി ഇതിന് പിന്നാലുണ്ട്. നേരത്തെ ഈ അവയവദാനത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നല്ലോ, അന്ന് അവയവദാനം നടന്നിരുന്നോ? ഇല്ല, അന്ന് നടന്നില്ല. അന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് പോലീസ് വെരിഫിക്കേഷൻ മാത്രമേ അറിയാൻ കഴിഞ്ഞത്. പോലീസ് വെരിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ജനപ്രതിനിധിയോട് ചോദിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞു, നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെ കാര്യങ്ങൾ എന്താണ് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയ്ക്കാണ്, നമ്മുടെ സാമ്പത്തികത്തിന് വേണ്ടിയാണെന്ന് വെച്ചപ്പോൾ എല്ലാ കൂട്ടുകാരൻ്റെ അമ്മയ്ക്കാണെന്നുള്ള രീതിക്കാണ് എന്നോട് മറുപടി പറഞ്ഞു. പിന്നീടാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യം അറിയുന്നത്. പിന്നെയാണ് സാമ്പത്തിക പ്രതിസന്ധിയായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റാണ്ട്, നാട്ടിൽ നിൽക്കാൻ കഴിയാണ്ട് ഇപ്പം മിസ്സിംഗ് ആയത്. എത്ര നാളായിട്ടും ഷമീറിനെ കാണാതായിട്ട്? ഞാൻ 6 മാസം കഴിയും. പിന്നെയാണ് അറിയാൻ കഴിഞ്ഞത് ഇറാനിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ഇത് പോലീസിൻ്റെ ഭാഗത്ത് അറിയണത്. ഇന്നലെ നെടുമ്പാശ്ശേരി സർക്കിളും പാലക്കാട് ക്രൈം ബ്രാഞ്ചും സ്പെഷ്യൽ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതിലാണ് പറയാൻ കഴിഞ്ഞത്. ഏതായാലും വാർഡ് കൗൺസിലിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഇതാണ്. ഷമീർ ഏറെ നാളായി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഒരു തവണ നാട്ടിൽ വെച്ച് തന്നെ ഈ ഒരു അവയവദാനത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷെ അന്ന് വെരിഫിക്കേഷൻ നടന്നെങ്കിൽ പോലും അന്ന് അവയവദാനം നടന്നിരുന്നില്ല. പിന്നീടാണ് ഇത്തരത്തിൽ പോയെന്നാണ് ഇവരും കരുതുന്നത്. ഏതായാലും 6 മാസമായി ഷമീർ ഈ നാട്ടിലേക്ക് എത്തിയിട്ട് എന്നാണ് വാർഡ് കൗൺസിലർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.